പൗലോനെ ചെറുക്കനെ വീട്ടിലിട്ട് തല്ലി. പൗലോൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ കൊണ്ട് ഭയങ്കര ശല്യാന്നാ പറയണേ. ഈ കള്ളും കഞ്ചാവൊക്കെ വലിച്ചേറ്റിട്ട് ഇവനോട് അങ്ങനെ കാട്ടിക്കൊണ്ട് എന്തൊക്കെയാന്ന് ജോസേട്ടനെ അറിയണ്ടേ? ജോസേട്ടാ, ഇവനൊക്കെ ഇതിനകത്തൊക്കെ തീരുമാനമാക്കണ്ടേ? പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞായിരുന്നോ? മെമ്പറോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു ഫലമില്ലാന്ന്. എന്നാ ഞാൻ തന്നെ ഇറങ്ങാം. സ്റ്റൈലിനെ ഇറങ്ങണം ജോസേട്ടാ. ജോസേ, നീ നിർത്തിക്ക. നീ ഞങ്ങളെ പറ്റി ഇവിടുത്തെ സ്കൂളിലും കോളേജിലും ഞങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്ത ഞങ്ങൾ അറിഞ്ഞു. നീ നിർത്തിക്ക. നീ ഇവിടത്തെ പിള്ളേരെ നന്നാക്കാൻ നോക്കണ്ട കേട്ടറാ ജോസേ. നിന്നോടൂടെ കൂടറാ കോപ്പിലെ സ്റ്റാലിനെ. നമുക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ജോസേട്ടാ? ചെയ്യാൻ പറ്റും സ്റ്റാലിനെ, നമ്മളെ കൊണ്ട് പറ്റും. ഞാൻ എന്തായാലും മരിക്കാൻ തയ്യാറാ. ഇനി ഇവിടെ ആരും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കില്ല. നിനക്കറിയാലോ ജോസിനെ, ജോസ് എല്ലാം വേണ്ടാന്ന് വെച്ചതാ കുടുംബമായതുകൊണ്ട്. പള്ളിയിൽ പോയിക്കാലോ. പള്ളിയിലേക്ക് ജോസേട്ടാ, പണിയുണ്ട് കേട്ടോ. നമ്മളെ ജസ്റ്റിൻ വന്നിട്ടുണ്ട്. വരട്ടെ വരട്ടെ. എത്ര നേരം വിളിക്കണോ? ആവശ്യം വിളിച്ചാലും കിട്ടില്ലോ. കണ്ടപ്പാ, നിനക്ക് ഫോൺ വിളിച്ചെടുത്തൂടെ? സ്കൂളിലും കോളേജിലും തന്നോടും സാധനങ്ങൾ എത്തിക്കണ്ടോ? നീ ജോസിനെ പേടിക്കണ്ട, അത് നോക്കാൻ ഈ ജസ്റ്റിനുണ്ട് കേട്ടോ. ജസ്റ്റിനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ജോസേട്ടൻ്റെ ജോസേട്ടനോട് ഇല്ലോ, ഞാൻ ജോസേട്ടനെ പറഞ്ഞേക്കാം. How dare you look at me without fear, you uncultured, uncivilized guy! Wow! എന്തിനാണ് ഇതൊക്കെ? ജോസിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അവനാണ് ഇപ്പോഴത്തെ നാടിൻ്റെ കാവൽക്കാരൻ. അവനെ ഒതുക്കാതെ നമുക്കൊന്നും നടക്കില്ല. ഇനി എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ. ജോസല്ലടാ ഈ ഇവിടുത്തെ രാജാവ്, ജസ്റ്റ് ആണോ? മാധവനെയും ജോസേട്ടനെ പറ്റി കവലയിലെ ഒരു അപാകങ്ങളെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്താണ് നമ്മുടെ ജസ്റ്റിൻ സ്റ്റീഫനൊക്കെയാണ്. എന്നെ പറ്റി എന്തും പറഞ്ഞോട്ടെ. ആ വിധവയായ പെൺകൊച്ചിനെ പറ്റി എന്തിനാ അവന്മാർ ഇങ്ങനെയൊക്കെ പറയണേ? അല്ലെങ്കിൽ അങ്ങനെയാണ്, കഞ്ചാവും മയക്കുമരുന്നിനും എതിരായിട്ട് പോരാടുന്ന എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഞാൻ ജസ്റ്റിനെ ഒന്ന് കാണുന്നുണ്ട് നേരിട്ട്. ജോസ് പഴയ സ്വഭാവമേ ജോസ് വേണ്ടാന്ന് വെച്ചിട്ടുള്ളൂ. ആണത്തം പണയം വെച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലോ.
ചേട്ടേ എന്റെ പൊള്ളയ്ക്ക് ഞാൻ കത്തിയാൻ കയറ്റും. ഹലോ, എന്താടാ? എന്ത് മജയ്ക്ക് വന്നടാ? എന്ത് സത്യമായിട്ടും? പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. നീ ജോസേട്ടനെ വിളിച്ചില്ലായിരുന്നോ? ജോസനെ വിളിച്ചായിരുന്നു. ജോസന്റെ അവിടെ പ്രിൻസിപ്പാളിനെ കാണാൻ കയറിയെന്ന് പറഞ്ഞു. അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്തായി മക്കളെ നമ്മുടെ കാര്യങ്ങളൊക്കെ? അവിടെ എന്റെ ക്ലാസ് അറേഞ്ച് ചെയ്തു. ഇപ്പൊ 2 റാലിയുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിള്ളേരിലേക്കൊക്കെ എത്തിയില്ലേ കാര്യങ്ങളൊക്കെ? പിള്ളേര് അറിയിച്ചു, ടീച്ചർമാരെയൊക്കെ അറിയിച്ചു. അപ്പൊ നമ്മൾ ഈ മയക്കുമരുന്നിനുള്ള പോരാട്ടം നമ്മൾ ശക്തമായിട്ട് തുടരുക കേട്ടോ. എല്ലാവരിലേക്കും എത്തിക്കണം കേട്ടോ. എൻ്റെ വിഷമൊക്കെ ഞാൻ ഇനി ആരോട് പറയാനാ കേട്ടോ. എനിക്കിനി ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്ക് ജോസേട്ടനും നാട്ടുകാരല്ലാതെ വേറെ ആരുമില്ല. എന്നെ ക്ഷമിക്കണം. മേടിക്കട്ടോ മേടിക്കാം. അത്യന്താപേക്ഷിതമാണ്. ലഹരി പോലുള്ള വലിയ വിപത്തിന്റെ പിടിയിലാണെന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. How dare you look at me without fear, you uncultured, uncivilized guy! യേശുവേ ഉന്തൻ വാർത്തയാ